ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. മൈമെൻ്റർ PSCയിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ഒരു സർക്കാർ ഉദ്യോഗം സ്വപ്നം കണ്ടുകൊണ്ട് അതിനുവേണ്ടി നിരന്തരം പരിശ്രമിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മനസ്സിലെ സ്വപ്നം നിറം കെടാതെ സൂക്ഷിക്കുക, അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അതുപോലെ മറ്റൊരു കാര്യം കൂടി സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ അടുത്ത കാലത്തായി മൈമെൻ്റർ ക്ലാസുകൾ ഉൾക്കൊണ്ടുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയ ഉദ്യോഗാർത്ഥികൾ നിരവധി പേർ വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഉദ്യോഗസ്ഥരായി മാറിക്കഴിഞ്ഞു എന്ന സന്തോഷ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കും അവരുടെ പിൻഗാമികളായി മാറാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന് പറയുന്ന ആ ഏരിയയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ്. രണ്ട് ഏരിയകളെന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായി വരുന്നത് ലോക്പാല്, ലോകായുക്ത എന്നീ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു മേഖല, അതുപോലെ തന്നെ സിവിൽ സർവീസുമായി പൊതുഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മേഖല. ഈ പ്രധാനപ്പെട്ട ഏരിയകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും മോഡൽ ചോദ്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇതാണ്: അഖിലേന്ത്യാ സിവിൽ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്ന ആ സംവിധാനം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ഏത് സ്ഥാപനമാണ്? നോക്കൂ, ചോദ്യം: അഖിലേന്ത്യാ സിവിൽ സർവീസിലേക്കും കേന്ദ്ര സിവിൽ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണോ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണോ, യുവജന കമ്മീഷനാണോ, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനാണോ? ഇതെല്ലാവർക്കും അറിയാം. നമ്മൾ പറഞ്ഞത് എന്താണ്? ഓൾ ഇന്ത്യ സിവിൽ സർവീസ്, സെൻട്രൽ സിവിൽ സർവീസ്, അഖിലേന്ത്യാ സിവിൽ സർവീസും കേന്ദ്ര സിവിൽ സർവീസിലേക്കും ഉദ്യോഗാർത്ഥികളെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസി, ഔദ്യോഗിക ഏജൻസി, ഒരു സംശയവും വേണ്ട, ബി ഓപ്ഷൻ തന്നെയാണ്, UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അവിടെ ഒരു കാര്യം കൂടെ ഓർക്കുക, എന്താണ് ഈ സിവിൽ സർവീസ് കൊണ്ട്, ഇന്ത്യൻ സിവിൽ സർവീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ ഉദ്യോഗം വഹിക്കുന്ന വ്യക്തികളും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉദ്യോഗം വഹിക്കുന്ന വ്യക്തികളും എല്ലാം ചേർന്നതാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ മേഖലകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമൊക്കെ ഉദ്യോഗം വഹിക്കുന്ന എല്ലാവരെയും കൂടെ ചേർത്താണ് നമ്മൾ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. ഈ ഇന്ത്യൻ സിവിൽ സർവീസിനെ മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം: അഖിലേന്ത്യാ സിവിൽ സർവീസ്, കേന്ദ്ര സിവിൽ സർവീസ്, സംസ്ഥാന സിവിൽ സർവീസ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയൂ? അഖിലേന്ത്യാ സിവിൽ സർവീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ദേശീയ തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഭരണവകുപ്പുകളിൽ നിയമിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് അഖിലേന്ത്യാ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ സിവിൽ സർവീസിൻ്റെ പ്രത്യേകത, അവിടെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് UPSC തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിലാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ അവരെ നിയമിക്കുന്നത് ഒന്നുകിൽ ദേശീയ തലത്തിലായിരിക്കും അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലായിരിക്കും. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ ഭരണ വിഭാഗങ്ങളിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു. നിങ്ങൾക്കറിയാം എന്താണ്, ഇപ്പോൾ IAS, IPS ഒക്കെ അതിന് എക്സാമ്പിളാണ്. IAS, IPS, അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, IFS. അപ്പോൾ അതെല്ലാം നമ്മൾ ഏതിൽ വരുന്നതാണ്? ഈ അഖിലേന്ത്യാ സിവിൽ സർവീസിൽ പെടുന്നതാണ്. അപ്പോൾ അഖിലേന്ത്യാ സിവിൽ സർവീസ് മനസ്സിൽ കണ്ടോളുക. ദേശീയ തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നു, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഭരണവകുപ്പുകളിലായി നിയമനം നടത്തുന്നു. ഇത്രയേ ഉള്ളൂ നമ്മൾ പറയുന്ന. ഇത് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് അതിൻ്റെ ഏജൻസി. ഇനി രണ്ടാമത് കേന്ദ്ര സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയും നിങ്ങൾ പറയുക ദേശീയ തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നു, എന്നാൽ
കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണ വകുപ്പുകളിൽ മാത്രം അവരെ നിയമിക്കുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? അതാണ് നമ്മൾ പറയുന്ന ഏത് കേന്ദ്ര സിവിൽ സർവീസ്. കേന്ദ്ര സിവിൽ സർവീസ് നമ്മൾ അവിടെ നമുക്ക് പറയാമല്ലോ, ഇപ്പം IRS, ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ്, IFS, അതെല്ലാം നമ്മൾ പറയുന്നത് കേന്ദ്ര സിവിൽ സർവീസ് ആണ്. ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് ദേശീയ തലത്തിൽ എവിടെ നിയമിക്കുന്നു? കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണവിഭാഗങ്ങളിൽ, ഭരണതലങ്ങളിൽ നിയമിക്കുന്നു. ഇനി മൂന്നാമത്തത് സംസ്ഥാന സിവിൽ സർവീസ്. സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നു. അപ്പം തിരഞ്ഞെടുക്കുന്ന ഏജൻസി ഏതായിരിക്കും? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണ തലങ്ങളിൽ നിയമിക്കുകയും ചെയ്യുന്നു. ഉദാഹരണം, GST ഓഫീസർമാർ ഒക്കെ നമുക്ക് പറയാം സംസ്ഥാന സിവിൽ സർവീസിൽപ്പെട്ട ഉദ്യോഗങ്ങളാണ്. ജസ്റ്റ് ഒന്ന് ക്ലാസിഫിക്കേഷൻ മനസ്സിൽ വെച്ചോളൂ. ഇവിടെ അഖിലേന്ത്യാ സിവിൽ സർവീസിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. കേന്ദ്ര സിവിൽ സർവീസിൻ്റെ പിതാവ് ആരാണ്? കോൺവാലീസ് പ്രഭു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു തന്നേ ഉള്ളൂ. നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. അഖിലേന്ത്യാ സിവിൽ സർവീസിലേക്കും കേന്ദ്ര സിവിൽ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന ഏജൻസിയുടെ പേരാണ് UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇന്ത്യയിൽ മെറിറ്റ് സമ്പ്രദായത്തിൻ്റെ കാവൽക്കാരൻ, വാച്ച് ഡോഗ് ഓഫ് മെറിറ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ അത് UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. അടുത്ത ചോദ്യം എന്താണ്? ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? നോക്കൂ, ഏതൊരു ഗവൺമെൻറ്റിനും അതിൻ്റെ നയപരിപാടികൾ, അതിന് ചില വികസന പദ്ധതികളുണ്ടാകാം. ഇത് നടപ്പിലാക്കാൻ ഗവൺമെൻറ്റിന് എന്തൊക്കെ സഹായം വേണ്ടി വരും? ഭൗതിക സാഹചര്യങ്ങൾ അനുകൂലമാക്കി മാറ്റണം, മനുഷ്യവിഭവം പ്രയോജനപ്പെടുത്തണം. അങ്ങനെ ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന് വിളിക്കുന്ന പേരെന്താണ്? പൊതുഭരണമാണോ, പൊതുജന ആരോഗ്യമാണോ, ആസൂത്രണമാണോ, ആസൂത്രണ കമ്മീഷനാണോ? ഒരു സംശയവും വേണ്ട. ഗവൺമെൻറ്റിൻ്റെ വികസന പദ്ധതികളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും ഭൗതിക സാഹചര്യങ്ങളെയും മനുഷ്യവിഭവത്തെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കുന്നതിന് വിളിക്കുന്ന പേര് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അഥവാ പൊതുഭരണം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അഥവാ പൊതുഭരണം എന്നാണ് അതറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞു വെക്കണം, പൊതുഭരണം എന്ന് പറഞ്ഞാൽ അതാണ്. പൊതുജനാരോഗ്യമൊന്നും അല്ല. പൊതുജനാരോഗ്യമൊക്കെ നിങ്ങൾക്കറിയാം, പബ്ലിക് ഹെൽത്ത് നമ്മുടെ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു വിഷയമാണെന്നൊക്കെ അറിയാം. ആസൂത്രണം കൺകറണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയമാണെന്നറിയാം. ഏത് ആസൂത്രണമായാലും അത് എന്താണ്, കുടുംബാസൂത്രണമായാലും സാമ്പത്തിക ആസൂത്രണമായാലും സാമൂഹ്യ ആസൂത്രണം, എന്തായാലും ശരി, ഫാമിലി പ്ലാനിങ് ആയാലും ഇക്കണോമിക് പ്ലാനിങ് ആയാലും സോഷ്യൽ പ്ലാനിങ് ആയാലും, പ്ലാനിങ് എന്നൊരു വാക്ക് കേട്ടാൽ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞോളൂ, അത് കൺകറണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ്. ആസൂത്രണ കമ്മീഷൻ അല്ല. ആസൂത്രണ കമ്മീഷനെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. 1950 മാർച്ച് 15 ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു സംവിധാനമാണ് ആസൂത്രണ കമ്മീഷൻ. ആസൂത്രണ കമ്മീഷൻ്റെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രിയായിരിക്കും. ആ ആസൂത്രണ കമ്മീഷനാണ് 2015 ജാനുവരി 1 നീതി ആയോഗായിട്ട് നിലവിൽ വന്നത്. അതെല്ലാം നിങ്ങൾക്കറിയാം. അവിടെ എനിക്ക് ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്, ഒരു ലിസ്റ്റ് പോലെ മനസ്സിൽ പഠിച്ചു വെച്ചോളുക. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റുവാണ്. ആദ്യ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഗുൽസാർലാൽ നന്ദയാണ്. എന്നാൽ അവസാനത്തെ ചെയർമാൻ ആസൂത്രണ കമ്മീഷൻ 2014 ആയപ്പോൾ നിർത്തലാക്കാൻ പോവുകയല്ലേ, നീതി ആയോഗിലേക്ക് മാറാൻ പോകുന്നു. അവസാനത്തെ ചെയർമാൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദി തന്നെയാണ്. അവസാനത്തെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്, ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് മൊണ്ടേഗു സിംഗ് അലുവാലിയായിരുന്നു. പിന്നെ അത് നീതി ആയോഗിലേക്ക് വന്നപ്പം ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദി തന്നെയാണ്. നീതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയായിരുന്നു. ഇനി നീതി ആയോഗിൻ്റെ നിലവിലെ ചെയർമാൻ
സുമൻ ബേറിയാണ്. ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു വന്നേ ഉള്ളൂ. അത് ഒന്ന് മനസ്സിലാക്കി വെച്ചോളുക. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പറയുന്ന പേരാണ് പൊതുഭരണം. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. നെക്സ്റ്റ് ചോദ്യം എന്താണ് നമുക്ക് നോക്കാം. ഈ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയ സംരംഭം. ഈ ഗവേണൻസിലൂടെ, ഈ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഗവേണൻസ്, ഈ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിന് രൂപം നൽകിയിട്ടുള്ള സംരംഭം ഒരു സംശയവും വേണ്ട, അക്ഷയ കേന്ദ്രം. അക്ഷയ കേന്ദ്രങ്ങൾ ഇപ്പം നിരവധി നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാം. അക്ഷയ കേന്ദ്രം ഈ ഗവേണൻസിലൂടെ പെട്ടെന്ന് ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഒരു സമ്പ്രദായമാണ്. നോക്കൂ, ഇന്ത്യയിൽ ഈ ഗവേണൻസ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം ഏതാണ്? ഈ ഗവേണൻസ് തുടക്കം കുറിച്ച സംസ്ഥാനം അല്ലെങ്കിൽ ഈ ഗവേണൻസ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളം തന്നെയാണ്. കേരളത്തിൽ എന്നാണ് നമ്മുടെ ശരിക്കും പറഞ്ഞ അക്ഷയ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് കേരളത്തിലാണ്. ഈ അക്ഷയ കേന്ദ്രം കേരളത്തിൽ എവിടെയാണ് ആദ്യമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? മലപ്പുറത്താണ്. 2002 മലപ്പുറത്ത് ആദ്യമായിട്ട് അക്ഷയ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത്. അക്ഷയ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ആരാണെന്നറിയോ? അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമാണ്. ഈ APJ അബ്ദുൽ കലാം ഈ അക്ഷയ കേന്ദ്രങ്ങളെ കുറിച്ച് ഒരു വിശേഷണം നടത്തിയിട്ടുണ്ടല്ലോ, അത് പരീക്ഷയ്ക്ക് ചോദിക്കാം. എ ട്രാൻസ്പെറൻറ്റ് ആൻഡ് സ്മാർട്ട് ഗവൺമെൻറ് പ്രോജക്റ്റ് എന്നാണ്. സുതാര്യവും സുതാര്യവും ചടുലവുമായ ഒരു ഗവൺമെൻറ് പദ്ധതിയാണ് എന്നാണ് ഏതിനെക്കുറിച്ച് പറഞ്ഞത്? ഈ അക്ഷയ കേന്ദ്രങ്ങളെക്കുറിച്ച്. എ ട്രാൻസ്പെറൻറ്റ് ആൻഡ് സ്മാർട്ട് ഗവൺമെൻറ് പ്രോജക്റ്റ് എന്ന് അക്ഷയ കേന്ദ്രയെ കുറിച്ച് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് APJ അബ്ദുൽ കലാമാണ്. മലപ്പുറത്താണ് ആദ്യമായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മലപ്പുറം ജില്ലയാണ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ലിറ്ററസി ഡിസ്ട്രിക്റ്റ് എന്നറിയപ്പെടുന്നത്. മനസ്സിലാകുന്നത്? ഈ സാക്ഷരതാ ജില്ല, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഈ സാക്ഷരതാ ജില്ല എന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയാണെന്ന് ഓർത്തുകൊള്ളുക. അപ്പം ഈ ഗവേണൻസിലൂടെ ഗവൺമെൻറ് സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയ പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് അക്ഷയ കേന്ദ്രം എന്ന് ഓർമ്മിച്ചോളൂ. ഈ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് ഗവൺമെൻറ് സർവീസുകൾ ജനങ്ങൾക്ക് പെട്ടെന്ന് ലഭ്യമാകുന്നത്. നോക്കൂ, ഈ ഗവേണൻസിൻ്റെ ഗുണം എന്താണെന്നറിയാമോ? ഇലക്ട്രോണിക് ഗവേണൻസ് വന്നതിന് ശേഷം തീർച്ചയായിട്ടും സേവനങ്ങൾക്കായി ജനങ്ങൾക്ക് സർക്കാർ ഓഫീസിൻ്റെ വരാന്തയിൽ കാത്തു നിൽക്കേണ്ടതായിട്ടില്ല. വളരെ പെട്ടെന്നും ചിലവ് കുറഞ്ഞ രീതിയിലും സേവനങ്ങൾ ലഭ്യമാകുന്നു. സമയബന്ധിതമായി തന്നെ നമ്മൾ അക്ഷയ കേന്ദ്രത്തിലൊക്കെ പോയിട്ട് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്താൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് എത്തും. നമ്മൾ ഓഫീസിൽ പോകണ്ട, കാത്തു നിൽക്കണ്ട, അവിടുത്തെ പഴയ ഏർപ്പാടനുസരിച്ച് കൈക്കൂലി കൊടുക്കണ്ട. വളരെ നിസാരമായൊരു സർവീസ് ചാർജ് എവിടെ അടച്ചാൽ മതി? അക്ഷയ കേന്ദ്രത്തിൽ അടച്ചാൽ മതി. നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ആയാലും ജാതി സർട്ടിഫിക്കറ്റ് ആയാലും മറ്റ് ഏത് സേവനമായാലും ഇങ്ങനെ അക്ഷയ കേന്ദ്രത്തിലൂടെ നമുക്ക് ലഭ്യമാകും. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്താണെന്ന് ചോദിച്ചാൽ, ഗുണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. സേവനങ്ങൾ ലഭ്യമാകുന്നതിന് സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ടതായിട്ടില്ല. വളരെ വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും സർക്കാർ സേവനങ്ങൾ ലഭ്യമാകുന്നു. സർക്കാർ ഓഫീസിൻ്റെ കാര്യക്ഷമത വർദ്ധിക്കുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ സേവനങ്ങൾ നിർബന്ധമായും ലഭ്യമാകണം. ഇതിലൂടെയാണ് 2012 നവംബർ 1 സേവനാവകാശ നിയമവും കേരളത്തിൽ വന്നത്. സമയബന്ധിതമായി സേവനങ്ങൾ ലഭ്യമാക്കാൻ ഓരോ സർക്കാർ ഉദ്യോഗസ്ഥനും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഗവേണൻസിലൂടെ പെട്ടെന്ന് ഇത് ലഭ്യമാകുന്നു. സർക്കാർ ഉദ്യോഗസ്ഥര് കൂടുതൽ അക്കൗണ്ടബിളായി മാറുന്നു. അവരുടെ ഉത്തരവാദിത്വ ബോധം വർദ്ധിക്കുന്നു. ഇതെല്ലാം ഈ ഗവേണൻസിൻ്റെ പ്രധാനപ്പെട്ട ഗുണവിശേഷങ്ങളാണ് എന്നുകൂടി നിങ്ങൾ ഓർമ്മിച്ചോളുക. അപ്പോൾ ഈ ചോദ്യം ഇത്രയും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട്
ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആര്? കേരളം ഭരണ സംവിധാനം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടുന്ന ചോദ്യങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. കേരളത്തിലെ ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ ചെയർമാൻ, ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ ചെയർമാൻ. കേരളത്തിൽ എത്ര ഭരണപരിഷ്കരണ കമ്മീഷനുകൾ ഉണ്ടായി? എന്താണ് ഈ ഭരണപരിഷ്കരണ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭരണം നവീകരിക്കുന്നതിന് വേണ്ടി, കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ, പ്രായോഗികമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭരണപരിഷ്കരണ കമ്മീഷനുകളെ നിയമിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ ഏതാണെന്ന് അറിയാമോ? 1966 ജാനുവരി 5 മൊറാർജി ദേശായിയുടെ ചെയർമാൻഷിപ്പിൽ ഇന്ത്യയിൽ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ നിലവിൽ വരുന്നത്. അതൊന്ന് ഓർമ്മിച്ചോളൂ. ഇതിലേക്ക് വരാം. ആദ്യം അതും കൂടെ ഒന്ന് ഓർമ്മിച്ചോളൂ. ഇന്ത്യയിൽ പ്രധാനമായിട്ട് 2 ഭരണപരിഷ്കരണ കമ്മീഷനുകളാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ നിലവിൽ വന്നത് 1966 ജാനുവരി 5 ഇന്ത്യയിലെ ആദ്യത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് മൊറാർജി ദേശായിയാണ്. പക്ഷേ 1970 ഇന്ത്യയിലെ ആദ്യത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ ശുപാർശ സമർപ്പിക്കുന്നത്. ശുപാർശ സമർപ്പിക്കുമ്പോൾ മൊറാർജി ദേശായി ആയിരുന്നില്ല അതിൻ്റെ ചെയർമാൻ. ഇടയ്ക്ക് വെച്ച് അദ്ദേഹം മാറി. അപ്പോൾ വേണമെങ്കിൽ ഒരു ചോദ്യം വരാം, ഇന്ത്യയിലെ ആദ്യത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ മൊറാർജി ദേശായി. നിലവിൽ വന്നത് 1966 ജാനുവരി 5 എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ ശുപാർശ സമർപ്പിക്കുമ്പോൾ ചെയർമാൻ ആരായിരുന്നു? കെ ഹനുമന്തയ്യ ആയിരുന്നു ചെയർമാൻ. ആരാണ്? കെ ഹനുമന്തയ്യ. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ. ഈ കമ്മീഷനാണ് ഇന്ത്യയിലെ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷനാണ് ദേശീയ തലത്തിൽ ലോക്പാലും സംസ്ഥാന തലത്തിൽ ലോകായുക്തയും സ്ഥാപിക്കണമെന്ന് ശുപാർശ ചെയ്തത്. അഴിമതി തടയുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ ലോക്പാലും സംസ്ഥാന തലത്തിൽ ലോകായുക്തയും സ്ഥാപിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷനാണ്. ഓർത്തു വെച്ചോളൂ. ഇനി 2005 ഓഗസ്റ്റ് 30 മറ്റൊരു രണ്ടാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റി ഇന്ത്യയിൽ നിലവിൽ വരികയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിരുന്ന വീരപ്പ മൊയ്ലിയാണ്. ആരാണ്? വീരപ്പ മൊയ്ലി. അപ്പോൾ ആ 2 ഭരണപരിഷ്കരണ കമ്മീഷനെ കുറിച്ച് ഒന്ന് ഓർത്തു വെച്ചിട്ട് ഇതിലേക്ക് വരാം. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം, പലപ്പോഴും തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ, അതാണ് മൊറാർജി ദേശായിയുടെ കീഴിൽ വന്നത്. ഇനി വേറൊരു ചോദ്യം വരും, ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോംസ് കമ്മിറ്റി ഏതാണ്? അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പരിഷ്കരണ കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഭരണപരിഷ്കരണ കമ്മീഷൻ അല്ല ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിലെ ഭരണഘടനാ പരിഷ്കരണ കമ്മീഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോംസ് കമ്മിറ്റി 2000 നിയമിക്കപ്പെട്ട എം.എൻ. വെങ്കടചെല്ലയ്യ കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ ചെയർമാൻ എം.എൻ. വെങ്കടചെല്ലയ്യയായിരുന്നു. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് നിയമിക്കപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോംസ് കമ്മിറ്റിയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റി അല്ല, തെറ്റിപ്പോകരുത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിട്ട് നമുക്കിതിലേക്ക് വരാം. നോക്കൂ, കേരളത്തിലെ ഭരണപരിഷ്കരണ കമ്മീഷൻ, കേരളത്തിൽ എത്ര ഭരണപരിഷ്കരണ കമ്മീഷനുകൾ ഉണ്ടായിട്ടുണ്ട്? 4 ഭരണപരിഷ്കരണ കമ്മീഷനുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ EMS ആണ്. 1957 കേരളത്തിൽ ആദ്യത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ വരുന്നത് EMS നമ്പൂതിരിപ്പാടായിരുന്നു ചെയർമാൻ. രണ്ടാമത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ 1965 വരുന്നത്. അതിൻ്റെ ചെയർമാൻ M.K. വെലോഡി. 1965 രണ്ടാമത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ കേരളത്തിൽ വരുന്നു. M.K. വെലോഡിയാണ്. ഇനി 1997 മൂന്നാമത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ കേരളത്തിൽ വരുന്നത്. അതിൻ്റെ ചെയർമാൻ E.K. നയനാരായിരുന്നു. ആരാണ്? E.K. നയനാർ. ഇനി ഏറ്റവും ഒടുവിലത്തെ 4ാമത്തെ കേരളത്തിലെ ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ V.S. അച്യുതാനന്ദൻ 2016 ആ കമ്മീഷൻ കേരളത്തിൽ നിലവിൽ വരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ 2 ഭരണപരിഷ്കരണ കമ്മീഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഇന്ത്യയിലെ ഒരു
കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോംസ് കമ്മിറ്റിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. കേരളത്തിലെ 4 ഭരണപരിഷ്കരണ കമ്മീഷനുകളെ ഉണ്ടായിട്ടുള്ളൂ. 4ഉം ഓർഡറായി പറഞ്ഞു. 1957 MS നേതൃത്വത്തിൽ, 1965 MK വെലോഡിയുടെ നേതൃത്വത്തിൽ, 1997 EK നായരുടെ നേതൃത്വത്തിൽ, 2016 VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ 4 ഭരണപരിഷ്കരണ കമ്മീഷനുകൾ നിലവിൽ വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. നെക്സ്റ്റ് ചോദ്യം എന്താണെന്ന് നോക്കാം. സേവനാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകളേവ. നമ്മുടെ കീവേഡ് എന്താണ്? ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ മാതൃകയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് നമ്മുടെ കേരളത്തിലെ സേവനാവകാശ നിയമം, അല്ലെങ്കിൽ വേണ്ട കേരളത്തിലെ അല്ല, എവിടെയായാലും ശരി, സേവനാവകാശ നിയമം എന്ന് പറയുന്നത് ഏത് മാതൃകയിലാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ മാതൃകയിലാണോ? അല്ല, ഇത് തെറ്റാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ മാതൃകയിലല്ല, പകരം ഏത് നിയമത്തിൻ്റെ മാതൃകയിലാണെന്ന് ചോദിച്ചാൽ വിവരാവകാശ നിയമത്തിൻ്റെ മാതൃകയിലാണ്. 2005 ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ വിവരാവകാശ നിയമത്തിൻ്റെ മാതൃകയിലാണ് സേവനാവകാശ നിയമം തയ്യാറാക്കിയിരിക്കുന്നത്. തെറ്റിപ്പോകരുത്, ഇത് തെറ്റാണ്. സേവനങ്ങൾ ലഭ്യമാകുന്നതിന് കൃത്യമായ സമയപരിധിയുണ്ട്. നമ്മൾ വിവരാവകാശ നിയമം ഒക്കെ പഠിക്കുമ്പോൾ, വിവരാവകാശ കമ്മീഷനൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനൊരു പോയിന്റ് പഠിക്കുമല്ലോ. അതായത് വിവരാവകാശ നിയമപ്രകാരം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ കയ്യിൽ ഒരു വിവരാവകാശ പരാതി നൽകിയാൽ, അപേക്ഷ നൽകിയാൽ 30 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിച്ചിരിക്കണം. അതിന് സമയപരിധിയുണ്ട്. ഇവിടെയോ വിവരാവകാശ നിയമത്തിൻ്റെ മാതൃകയിലാണ് തയ്യാറാക്കിയെന്ന് പറയുമ്പോൾ ഇതും ശരിയല്ലേ? ഇത് ശരിയാണ്. സേവനങ്ങൾ ലഭ്യമാകാൻ കൃത്യമായ സമയപരിധിയുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 30 ദിവസമൊന്നും പറയരുത്. ഇവിടെ ഓരോ സേവനത്തിനും ഓരോ സമയക്രമമാണ്. ഇപ്പോൾ എല്ലാ സേവനവും ഒരു നിശ്ചിത സമയം ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ചില സേവനം നൽകുന്നതിന് സമയം കൂടുതൽ വേണ്ടി വരും. ചിലത് പെട്ടെന്ന് നൽകാൻ പറ്റും. ചിലത് ഒരു 3 വർക്കിംഗ് ഡേ കഴിഞ്ഞിട്ട് കിട്ടും. ചിലത് ഒരാഴ്ച കഴിഞ്ഞ് കിട്ടും. അങ്ങനെയൊക്കെ അത് ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. എന്തായാലും സമയപരിധി ഉണ്ട്. സേവനങ്ങൾ ലഭ്യമാകുന്നതിന് കൃത്യമായ സമയപരിധി ഉണ്ട് ഈ നിയമത്തിൽ. നോക്കൂ, 3 പൗരന് വിവരങ്ങൾ ലഭ്യമാക്കിയാണ് മുഖ്യ ലക്ഷ്യം. അല്ല, പൗരന് വിവരങ്ങളല്ലല്ലോ, സേവനങ്ങൾ ലഭ്യമാക്കുകയല്ലേ മുഖ്യ ലക്ഷ്യം. അപ്പോൾ അതും തെറ്റാണ്. നമുക്ക് ശരിയാണ് വേണ്ടത്. 1 വേണ്ട, 3 വേണ്ട. പൗരന് വിവരങ്ങൾ ലഭ്യമാക്കുകയല്ല സേവനാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യം. പൗരന് സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. ഇനി കൃത്യസമയത്തിനുള്ളിൽ സേവനങ്ങൾ ലഭ്യമായില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ അടയ്ക്കേണ്ടതാണ്. ഇത് വിവരാവകാശത്തിൻ്റെ കാര്യത്തിലും ബാധകമാണ്, സേവനാവകാശത്തിൻ്റെ കാര്യത്തിലും ബാധകമാണ്. അതായത് ഒരു നിശ്ചിത സമയം ഫിക്സ് ചെയ്തിട്ടുണ്ട് ഒരു സേവനം നൽകുന്നതിന്. ആ സേവനം ആ നിശ്ചിത സമയത്തിനുള്ളിൽ ഉത്തരവാദപ്പെട്ട വ്യക്തി നൽകിയില്ല എങ്കിൽ തീർച്ചയായിട്ടും അയാൾ പിഴയടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ അതും ശരിയായതാണ്. അപ്പോൾ ഇവിടെ 2ഉം 4ഉമാണ് ശരി. അപ്പോൾ ഇവിടെ ആൻസർ ബി ആണ് ശരിയായ ഓപ്ഷനായി വരുന്നത്. ചോദ്യം എന്തായിരുന്നു? സേവനാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരി പ്രസ്താവന അഥവാ പ്രസ്താവനകൾ 2ഉം 4ഉമാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അടുത്തത് എന്താണെന്ന് നോക്കാം. നോക്കൂ, സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമേത്? ലോകായുക്തയാണോ, ലോക്പാലാണോ, വിജിലൻസ് കമ്മീഷനാണോ, അഴിമതി വിരുദ്ധ സ്ക്വാഡാണോ? സംസ്ഥാന തലത്തിൽ. ഇവിടെ നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കി വയ്ക്കണം. നോക്കൂ, ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലും, ആ 3 കാര്യങ്ങളൊന്ന് മനസ്സിട്ടേ. ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലും അഴിമതി തടയുക എന്ന ഉദ്ദേശത്തോടു കൂടി സംസ്ഥാന തലത്തിൽ നിലവിൽ വന്ന ഒരു അഴിമതി വിരുദ്ധ സ്ഥാപനം ലോകായുക്ത. ഇവിടുത്തെ ആൻസർ എ ഓപ്ഷനാണ്, ലോകായുക്ത. എങ്കിൽ ലോക്പാലോ? ലോക്പാൽ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ പറഞ്ഞാൽ മതി, ദേശീയ തലമെന്നാക്കിയാൽ മതി. ഭരണതലത്തിലും
ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുക എന്ന ഉദ്ദേശത്തോടുകൂടി ദേശീയ തലത്തിൽ നിലവിൽ വന്ന അഴിമതി വിരുദ്ധ സ്ഥാപനമാണ് ലോക്പാൽ. വ്യക്തമായി പഠിക്കണം. ഇങ്ങനെ രാജ്യത്തെ അഴിമതി തടയുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ ലോക്പാലും സംസ്ഥാന തലത്തിൽ ലോകായുക്തയും സ്ഥാപിക്കണമെന്ന് ഇന്ത്യയിലെ 1ാം ഭരണപരിഷ്കരണ കമ്മീഷൻ ശുപാർശ ചെയ്തു എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. അത് ഓർത്തുകൊള്ളുക. അപ്പോൾ ഇവിടെ നോക്കണേ, ലോകായുക്ത ആണ് ഇവിടുത്തെ ആൻസർ. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞ തലം സംസ്ഥാന തലമാണ്. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സംവിധാനമാണ്. എവിടെയൊക്കെയുള്ള അഴിമതിയാണ്? ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി. ഭരണകർത്താക്കളുടെ അഴിമതി മാത്രമല്ല, ഉദ്യോഗസ്ഥരുടെ അഴിമതി മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തകരുടെയും അഴിമതിയും ഇവിടെ വിഷയമായി മാറുന്നു. നോക്കൂ, ഇവിടെ പലർക്കും സംശയമുണ്ട്. ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലോക്പാലും അതുപോലെ തന്നെ വിജിലൻസ് കമ്മീഷനും ഇത് രണ്ടും ഒന്നാണോ? അല്ലെങ്കിൽ വിജിലൻസ് കമ്മീഷൻ ഉള്ളപ്പോൾ പിന്നെ ലോക്പാലിൻ്റെ ആവശ്യമെന്ത്? കാരണം വിജിലൻസ് കമ്മീഷനും ദേശീയ തലത്തിൽ അഴിമതി തടയുന്ന ഒരു സ്ഥാപനമല്ലേ എന്ന് തോന്നാം. ആണ്. പക്ഷെ വിജിലൻസ് കമ്മീഷൻ 1964 നിലവിൽ വന്നത്. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം എന്ന് വെച്ചാൽ സന്താനം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം. ഓർമ്മിച്ചോളൂ, ഇന്ത്യയിൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത് സന്താനം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 1964. അതിൻ്റെ ഉദ്ദേശം അഴിമതി തടയുകയാണ്. എവിടത്തെ അഴിമതി എന്നറിയാമോ? ഉദ്യോഗതലത്തിലുള്ള അഴിമതി. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള എല്ലാ ഓഫീസുകളിലും അവിടുത്തെ പ്രവർത്തനം സുതാര്യമാണോ, അവിടുത്തെ പ്രവർത്തനം കാര്യക്ഷമമാണോ, അവിടെ അഴിമതി വല്ലതും നടക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്ന സ്ഥാപനമാണ് വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. പക്ഷേ ലോക്പാൽ കുറേ കൂടെ വിശാലമാണ്. എവിടെയൊക്കെ? ഭരണതലത്തിൽ, ഉദ്യോഗതലത്തിൽ, രാഷ്ട്രീയ തലത്തിൽ ഒക്കെയുള്ള അഴിമതി കണ്ടെത്തി തടയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ലോക്പാൽ വന്നത്. അതിൻ്റെ ഏരിയ കുറേ കൂടെ വിശാലമാണ്. ഉദ്യോഗ തലത്തിലുള്ള അഴിമതികൾ തടയുക എന്നതാണ് വിജിലൻസ് കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അഴിമതി വിരുദ്ധ സ്ക്വാഡ് നിങ്ങൾക്കറിയാം, അതൊന്നും വലിയ ചോദ്യമായിട്ട് വരുന്നതല്ല. അപ്പോൾ ഇത്രയും ഓർമ്മിച്ചോളുക. സംസ്ഥാന തലത്തിലെ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ പ്രസ്ഥാനം ഏതാണ്? അത് ലോകായുക്തയാണ്. ലോക്പാലല്ല, ലോകായുക്ത. അടുത്ത ചോദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. നിലവിലെ ലോക്പാൽ ചെയർമാൻ ആര്? നമുക്ക് നോക്കാം. PC ഘോഷാണോ, ജസ്റ്റിസ് അജയ് മാണിക് റാവു ഖാൻവിൽക്കർ ആണോ, അതോ ഭരത് ലാലാണോ, രാമസുബ്രഹ്മണ്യനാണോ? ആരാണ് നിലവിലെ ലോക്പാൽ ചെയർമാൻ? നിലവിലെ ലോക്പാൽ ചെയർമാൻ ഒരു സംശയവും വേണ്ട, AM ഖാൻവിൽക്കർ അഥവാ അജയ് മാണിക് റാവു ഖാൻവിൽക്കർ ആണ് പുതിയ നിലവിലെ ലോക്പാലിൻ്റെ ചെയർമാൻ. അപ്പോൾ PC ഘോഷ് ആരാണ്? ലോക്പാലിൻ്റെ ആദ്യ ചെയർമാനാണ്. പിനാക്കി ചന്ദ്ര ഘോഷ് എന്നറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായൊരു പേര് പിനാക്കി ചന്ദ്ര ഘോഷ് എന്നാണ്. നമ്മൾ PC ഘോഷ് എന്ന് പറയും. അദ്ദേഹം ലോക്പാൽ 2014 ലോക്പാൽ ആക്ട് പാസ്സാക്കിയത്. 2019 ലോക്പാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത്. ആ നിലവിൽ വന്ന സമയത്ത് അതിൻ്റെ ആദ്യ ചെയർമാനായി പ്രവർത്തിച്ച ആളാണ് പിനാക്കി ചന്ദ്ര ഘോഷ്. എന്നാൽ ജസ്റ്റിസ് അജയ് മാണിക് റാവു ഖാൻവിൽക്കറാണ് ഇപ്പോഴത്തെ ലോക്പാലിൻ്റെ ചെയർമാൻ എന്നറിയപ്പെടുന്നത്. ഓർത്തോളൂ. അപ്പോൾ ഈ രണ്ട് പേരുടെ പ്രസക്തി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഒരു 2 പേര് കിടക്കുന്നുണ്ടല്ലോ. ആരാണ് ഈ ഭരത് ലാൽ? പുതുതായിട്ട് ഇപ്പം ചാർജ് എടുത്ത ഒരു സ്ഥാനത്തേക്ക് വന്ന വ്യക്തിയാണ്. ആരാണെന്ന് പറയാമോ? അതായത് NHRCയുടെ, നിങ്ങൾക്കറിയാം, നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരെന്ന് ചോദിച്ചാൽ സെക്രട്ടറി ജനറലാണ്. പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം, പ്രീവിയസ് ചോദ്യമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാര്? അത് സെക്രട്ടറി ജനറലാണ്. എന്നാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ സെക്രട്ടറി ജനറൽ ആര് എന്ന് ചോദിച്ചാൽ അത് ഭരത് ലാലാണ്. തൊട്ട് മുമ്പ് നിങ്ങൾക്കറിയാം ദേവേന്ദ്ര സിംഗ് എന്ന് പറയുന്ന ആളായിരുന്നു, ദേവേന്ദ്രകുമാർ സിംഗ്.
എന്ന് പറയുന്ന ആളായിരുന്നു. അദ്ദേഹം മാറിയിട്ടാണ് ഭരത് ലാൽ ഇപ്പം സെക്രട്ടറി ജനറലായി ചാർജ് എടുത്തത്. അപ്പോൾ അത് ഓർമ്മിച്ചുകൊള്ളുക. ആ 2 ചോദ്യങ്ങൾ അവിടെ ഓർക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ സെക്രട്ടറി ജനറൽ ഭരത് ലാലാണ്. രാമസുബ്രഹ്മണ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാനാണ്. മനുഷ്യാവകാശ കമ്മീഷൻ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം. അതുകൊണ്ട് കൂടുതൽ ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. നമ്മൾ സുപ്രധാന നിയമങ്ങളിൽ വരുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സുപ്രധാന നിയമങ്ങളിൽ വരുന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമമുണ്ട്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. അതുകൊണ്ട് നമുക്ക് ഇവിടെ കൂടുതൽ അങ്ങോട്ടേക്ക് പോകണ്ട. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ഒന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. നെക്സ്റ്റ് ചോദ്യം എന്താണെന്ന് പരിശോധിക്കാം. ലോക്പാൽ നിയമം നിലവിൽ വന്നതെന്ന്. ലോക്പാൽ നിയമം വല്ലാത്ത പരീക്ഷണങ്ങളിലൂടെ, തടസ്സങ്ങളിലൂടെ കടന്ന് വർഷങ്ങൾ ഇതിൻ്റെ പരിശ്രമം നടത്തി പലതവണ ബില്ല് അവതരിപ്പിച്ച് പരാജയപ്പെട്ട് ഏതാണ്ട് 11 തവണ പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഒടുവിലാണ് ഈ ലോക്പാൽ എന്നൊരാശയം, ജൻ ലോക്പാൽ എന്നൊക്കെ പറയുന്നൊരാശയം പ്രാവർത്തികമായി വന്നത്. നോക്കൂ, ഈ ലോക്പാൽ അവിടെ 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ഓർക്കണം. ഈ ലോക്പാൽ ബില്ല് ആദ്യമായിട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് എന്നാണെന്നറിയോ? 1968-ലാണ്. ആരാണ് ലോക്പാൽ ബില്ല് പാർലമെൻറ്റിൽ ആദ്യമായി അവതരിപ്പിച്ചത്? ശാന്തി ഭൂഷണാണ്. 4ാം ലോകസഭയിലാണ്, 1968 4ാം ലോകസഭയിലാണ് ശാന്തി ഭൂഷൺ ആദ്യമായിട്ട് ലോക്പാൽ ബില്ല് അവതരിപ്പിക്കുന്നത്. പക്ഷെ ലോക്പാൽ ബില്ല് 2 സഭകളും പാസ്സായില്ല, അത് നിയമമാകാൻ കഴിഞ്ഞില്ല. പിന്നീട് പലതവണ അത് ചർച്ച ചെയ്തു, പരാജയപ്പെട്ടു, പലതവണ ശ്രമങ്ങൾ നടത്തി. പിന്നീട് എപ്പോഴാണ് ലോക്പാൽ ബില്ലിൻ്റെ ചർച്ച പുനരാരംഭിക്കുന്നത്? കുറേ കാലത്തിന് ശേഷം ലോക്പാലിൻ്റെ ചർച്ച പുനരാരംഭിക്കുന്നത് 2010-ലാണ്. ജൻ ലോക്പാൽ ബില്ല് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വന്ധ്യവയോധികൻ ഒരു സമരം ആരംഭിച്ചു. അണ്ണാ ഹസാരെ, നിങ്ങൾക്കറിയാം, ജന്തർ മന്ദിറിൽ 48 മണിക്കൂർ നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ട് ഒരു സമരത്തിന് തുടക്കം കുറിച്ചു. പിന്നീട് അത് രാംലീല മൈതാനിയിലേക്കൊക്കെ അനിശ്ചിതകാലം നിരാഹാരമായി പിന്നീടൊക്കെ മാറി, അത് നിങ്ങൾക്കറിയാം. ഈ അണ്ണാ ഹസാരെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചു, ഒരു സമര മുന്നേറ്റം. അതിൻ്റെ പേരെന്താണെന്നറിയാമോ? ലോക്പാൽ ബില്ലുമായി ബന്ധപ്പെട്ട് അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ അല്ലെങ്കിൽ തുടക്കം കുറിച്ചൊരു സമര മുന്നേറ്റം, സംഘടനയല്ല, അതിൻ്റെ ഒരു സമര മുന്നേറ്റം എന്ന് പറയാം. അതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യ എഗൻസ്റ്റ് കറപ്ഷൻ, ഇന്ത്യ അഴിമതിക്കെതിരെ എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം ഉണ്ടായി. ഒരുപാട് ജനങ്ങൾ അതിൽ അണിനിരന്നു, സാധാരണ ജനങ്ങൾ, അതുപോലെ തന്നെ വലിയ നേതാക്കന്മാർ. അതിലെ ഈ ഇന്ത്യ എഗൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായ പ്രമുഖ നേതാക്കൾ ആരൊക്കെയെന്ന് വെച്ചാൽ അണ്ണാ ഹസാരെ, പിന്നെ നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന അരവിന്ദ് കെജ്രിവാൾ, ബാബ രാംദേവ്, കിരൺ ബേദി, ഇങ്ങനെ പ്രമുഖരായ പല ആൾക്കാരും അതിൽ അണിചേർന്നു. അത് വലിയൊരു ജനകീയ പ്രക്ഷോഭമായി മാറി. അതിൻ്റെ പേര് ഇന്ത്യ എഗൻസ്റ്റ് കറപ്ഷൻ. പരീക്ഷയ്ക്ക് ചോദിക്കും, ലോക്പാൽ ബില്ലുമായി ബന്ധപ്പെട്ട് രൂപീകൃതമായ ഒരു സമര മുന്നേറ്റത്തിൻ്റെ പേരെന്ത്? ഇന്ത്യ അഴിമതിക്കെതിരെ. എന്നാൽ ലോക്പാൽ ബില്ലുമായി ബന്ധപ്പെട്ട് അണ്ണാ ഹസാരെ രൂപീകരിച്ച സംഘടനയുടെ പേരെന്തെന്ന് ചോദിച്ചാൽ ജനതന്ത്ര മോർച്ച എന്നാണ് അതിൻ്റെ പേര്. ജനതന്ത്ര മോർച്ച. ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇങ്ങനെ നിരവധി പോരാട്ടങ്ങളിലൂടെ അവസാനം 2013 ആയപ്പോഴാണ് 2013 ഡിസംബർ മാസം 17-ാം തീയതി രാജ്യസഭ ഈ ബില്ല് പാസ്സാക്കുന്നു. രാജ്യസഭ ലോക്പാൽ ബില്ല് പാസ്സാക്കിയത് 2013 ഡിസംബർ 17. 2013 ഡിസംബർ 18 ലോക്സഭയും ആ ബില്ല് പാസ്സാക്കുന്നു. പിറ്റേ ദിവസം ലോക്സഭ ബില്ല് പാസ്സാക്കുന്നു. 2014 ജാനുവരി 1-ാം തീയതി ലോക്പാൽ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നു. 2014 ജാനുവരി 16-ാം തീയതി ലോക്പാൽ ആക്ട് നിലവിൽ വരുന്നു. ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. എന്താണ് ലോക്പാൽ ബില്ല്? രാജ്യസഭ പാസ്സാക്കിയത് 2013 ഡിസംബർ 17-ാം തീയതി, ലോക്സഭ പാസ്സാക്കിയത്
രാജ്യസഭ പാസ്സാക്കിയതാണ് 2013 ഡിസംബർ 17 ലോക്സഭ പാസ്സാക്കിയത് 2013 ഡിസംബർ 18 രാഷ്ട്രപതി ലോക്പാൽ ബില്ല് അംഗീകരിച്ചത് 2014 ജാനുവരി 1 ആ ബില്ല് നിലവിൽ വന്നത് ലോക്പാൽ ആക്ട്, ഇനി ബില്ലെന്ന് പറയേണ്ട, രാഷ്ട്രപതി അംഗീകരിച്ചു. ലോക്പാൽ ആക്ട് നിലവിൽ വന്നത് 2014 ജാനുവരി 16 എന്നാൽ ആ നിയമപ്രകാരം ലോക്പാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് 2019 മാർച്ച് 19 അപ്പൊ ലോക്പാൽ എന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷൻ യാഥാർത്ഥ്യമായത് 2019 മാർച്ച് 19 ഇവിടെ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ലോക്പാൽ നിയമം നിലവിൽ വന്നത്, ലോക്പാൽ ആക്ട് നിലവിൽ വന്നത് 2014 ജാനുവരി 16 ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ? ലോക്പാൽ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തതാര്? ലോക്പാൽ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തതാര്? ലോക്പാൽ അംഗങ്ങളെ, ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പക്ഷെ രാഷ്ട്രപതിക്ക് അങ്ങനെ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന, അംഗങ്ങളെ തെരഞ്ഞെടുത്ത് കൊടുക്കുന്ന ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിൽ വാസ്തവത്തിൽ ആരൊക്കെയാണ് അംഗങ്ങളെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ പറയുന്നത് അംഗമല്ലാത്തതാര്? പ്രധാനമന്ത്രി ആ കമ്മിറ്റിയുടെ ചെയർമാനാണ്, അംഗമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അംഗമാണോ? അല്ലേ അല്ല. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ബി ആണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ കമ്മിറ്റിയിൽ അംഗമല്ല. ലോക്സഭാ സ്പീക്കർ അംഗമാണ്. ലോകസഭയുടെ പ്രതിപക്ഷ നേതാവും അംഗമാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ആരൊക്കെയാണ് ഈ കമ്മിറ്റിയിൽ അംഗങ്ങളെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. പ്രധാനമന്ത്രി, ലോകസഭാ സ്പീക്കർ, ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്, തീർന്നില്ല, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ജഡ്ജിയോ ആകാം, ഉണ്ടായിരിക്കണം. പിന്നെ രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ പ്രഗത്ഭനായൊരു നിയമജ്ഞനും ഈ കമ്മിറ്റിയിൽ അംഗമായിരിക്കണം. അപ്പോൾ ലോക്പാൽ ചെയർമാനെയും മറ്റംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്ന അഥവാ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ ആരൊക്കെ? പ്രധാനമന്ത്രി, ലോകസഭാ സ്പീക്കർ, ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ, ചീഫ് ജസ്റ്റിസ് നാമനിർദ്ദേശം ചെയ്യുന്ന മറ്റൊരു ജഡ്ജിയോ, രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ പ്രഗത്ഭനായൊരു നിയമജ്ഞൻ, എ ഡിസ്റ്റിങ്വിഷ്ഡ് ജൂറിസ്റ്റ് ഇൻ ദി ഒപ്പീനിയൻ ഓഫ് ദി പ്രസിഡന്റ്. ഇവരെല്ലാം കൂടെ ചേരുന്ന ഒരു കമ്മിറ്റിയാണ് ലോക്പാൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അഥവാ ശുപാർശ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഒരിക്കലും ആ കമ്മിറ്റിയിൽ അംഗമായി വരുന്നില്ല. ഇവിടെ അംഗമായി വരാത്തതാരെന്ന് ചോദിച്ചു, ബാക്കി 3 പേരും അംഗങ്ങളാണ്. അപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നാണ് അതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. കേരള ലോകായുക്തയിലെ അംഗസംഖ്യ എത്ര എന്നാണ്. കേരള ലോകായുക്ത എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന ലോകായുക്തയിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 3 അംഗങ്ങൾ. അതെങ്ങനെയാണ്? ഒരു ലോകായുക്തയും 2 ഉപലോകായുക്തയും. ഇതിൻ്റെ തലവനെ വിളിക്കുന്നത് ലോകായുക്ത എന്ന് തന്നെയാണ്. ഒരു ലോകായുക്തയും 2 ഉപലോകായുക്തയും ചേർന്നതാണ് നമ്മുടെ ഫോറം ഓഫ് ലോകായുക്ത എന്ന് പറയുന്നത്. അതിന് ഈ 3 അംഗങ്ങളെയും നിയമിക്കുന്നത് ആര് തന്നെയാണ്? 3 അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ തന്നെയാണ്. നമ്മളവിടെ രാഷ്ട്രപതി എന്ന് പറഞ്ഞ പോലെ ലോക്പാലിനെ നിയമിക്കുന്ന രാഷ്ട്രപതി എന്ന് പറഞ്ഞ പോലെ ലോകായുക്ത നിയമിക്കുന്നത് ഗവർണർ തന്നെയാണ്. പക്ഷെ എങ്ങനെയാണ് നിയമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ്. മുഖ്യമന്ത്രി ആരൊക്കെയായിട്ട് കൺസൾട്ട് ചെയ്യും? അതായത് മുഖ്യമന്ത്രി സംസ്ഥാന സ്പീക്കറും സംസ്ഥാന നിയമസഭാ സ്പീക്കറോടും നിയമസഭയുടെ പ്രതിപക്ഷ നേതാവുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖ്യമന്ത്രിയോട് ശുപാർശ നൽകും. അങ്ങനെയാണ്, മുഖ്യമന്ത്രിയോടല്ല, നമ്മുടെ ഗവർണറോട് ശുപാർശ ചെയ്യും. ഒന്നുകൂടെ ഞാൻ പറയാം. ലോകായുക്തയിൽ 3 അംഗങ്ങൾ, ലോകായുക്തയും 2 ഉപലോകായുക്തമാരും. ഈ 3 പേരെയും നിയമിക്കുന്നത് ഗവർണർ. ഈ 3 പേരെയും നിയമിക്കുന്നതിന് നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഗവർണർക്ക് ശുപാർശ നൽകുന്നത്. മുഖ്യമന്ത്രി ആരുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്തിട്ടാണ് ശുപാർശ ചെയ്യുന്നത്? മുഖ്യമന്ത്രി സംസ്ഥാനത്തെ നിയമസഭാ സ്പീക്കറോടും സംസ്ഥാനത്തെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിനോടും,
അപ്പോൾ ശരിക്കും ഒരു കമ്മിറ്റി എന്ന് പറഞ്ഞാൽ 3 പേരെന്ന് പറഞ്ഞോളൂ. ആരൊക്കെയാണ്? മുഖ്യമന്ത്രി, സംസ്ഥാന നിയമസഭാ സ്പീക്കർ, നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ്, ഇവരെല്ലാം കൂടി കൺസൾട്ട് ചെയ്തതിന് ശേഷം മുഖ്യമന്ത്രി ഈ ശുപാർശ ആരെ ധരിപ്പിക്കും? നമ്മുടെ ഗവർണറെ ധരിപ്പിക്കും. ഗവർണർ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകായുക്തയെ നിയമിക്കുന്നത്. ലോക്പാലല്ല, ലോകായുക്തയെ നിയമിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? സി ഓപ്ഷനിലെ കേരള ലോകായുക്തയിൽ 3 അംഗങ്ങളാണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കേരള ലോകായുക്ത ദിനം എന്നാണ്. ലോകായുക്ത ദിനം നവംബർ 15 ഏപ്രിൽ 14 ഏപ്രിൽ 24 ജനുവരി 25 ഇതെല്ലാം പ്രധാനപ്പെട്ട ഡേറ്റുകളാണ്. നിങ്ങൾ ഓർത്തോളൂ. നമ്മുടെ ഉത്തരം എ ഓപ്ഷൻ തന്നെയാണ്, നവംബർ 15. എന്തുകൊണ്ട്? 1998 നവംബർ 15 കേരള ലോകായുക്ത നിലവിൽ വന്നത്. 1998 നവംബർ 15 കേരള ലോകായുക്ത നിലവിൽ വന്നു. എന്നാൽ ഏറ്റവും വലിയ തമാശ, കേരള ലോകായുക്ത ആക്ട് പാസ്സാക്കിയത് 1999 അപ്പം പലർക്കും ആശയക്കുഴപ്പമുണ്ടാകാം. അങ്ങനെ സംഭവിക്കുന്നു? പാസ്സാക്കിയത് പിറ്റേ വർഷം, അതിനു മുമ്പേ നിലവിൽ വന്നു. അതെന്താണെന്ന് അറിയാമോ? ആദ്യം ഒരു ഓർഡിനൻസിലൂടെയാണ് നിലവിൽ വന്നത്, പിന്നെ ആക്ടിലൂടെ മുൻകാല പ്രാബല്യത്തിലൂടെ അത് നിലവിൽ വന്നത്. അപ്പം നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1998 നവംബർ 15. അതുകൊണ്ട് ആ നവംബർ 15 കേരള ലോകായുക്ത ദിനമായി നമ്മൾ ആചരിക്കുന്നു. ഇനി നോക്കൂ, ബി ഓപ്ഷൻ ഏപ്രിൽ 14 എന്താണെന്ന് അറിയാമോ? അംബേദ്കർ ജയന്തിയാണ്. ഏപ്രിൽ 14 അംബേദ്കർ ജയന്തി എന്ത് ദിനമായി നമ്മൾ ആചരിക്കുന്നു? നാഷണൽ വാട്ടർ ഡേ, ദേശീയ ജലദിനമായി നമ്മൾ ആചരിക്കുന്നു. ഇന്ത്യൻ ദേശീയ ജലദിനം. ലോക ജലദിനം മാർച്ച് 22 എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ലോക ജലദിനം മാർച്ച് 22. എന്നാൽ ഇന്ത്യൻ ദേശീയ ജലദിനം ഏപ്രിൽ 24. ആരുടെ ജന്മദിനമാണ്? നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനം. അതുകൊണ്ട് അംബേദ്കർ ജയന്തി എന്ന് ആ ദിനത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നു. ഏപ്രിൽ 24 എല്ലാവർക്കും അറിയാം, പഞ്ചായത്ത് രാജ് ദിനം. 1993 ഏപ്രിൽ 24 ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വരുന്നത്. 73ാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് പാസ്സാക്കുന്നത് 1992. 93 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വരുന്നു. ആ ഏപ്രിൽ 24 ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് ഡേ, പഞ്ചായത്ത് രാജ് ദിനം എന്ന് നമ്മൾ ആചരിക്കുന്നു അല്ലെ? പഞ്ചായത്ത് രാജ് ദിനമായി നമ്മൾ ആചരിക്കുന്നു ഏപ്രിൽ 24. ജനുവരി 25 വോട്ടർ ദിനം, നാഷണൽ വോട്ടേഴ്സ് ഡേ. 1950 ജാനുവരി 25 ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന ജാനുവരി 25 നമ്മൾ ദേശീയ വോട്ടർ ദിനമായി ആചരിക്കുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എന്താണ് അടുത്ത ചോദ്യം നോക്കാം. ലോകായുക്ത ആക്ട് പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണോ, ഒഡീഷയാണോ, കർണാടകമാണോ, മഹാരാഷ്ട്രയാണോ? ലോകായുക്ത, ഇവിടെ പലപ്പോഴും ആശയക്കുഴപ്പം ഉണ്ടാകാറുണ്ട്, അത് ക്ലിയർ ചെയ്ത് പോകണം. ലോകായുക്ത ആക്ട് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഒഡീഷയാണ്. 1970 ആദ്യമായിട്ട് ലോകായുക്ത ആക്ട് ഒഡീഷ പാസ്സാക്കുന്നത്. എന്നാൽ 1970 ആക്ട് പാസ്സാക്കിയെങ്കിലും 1983 അവിടെ ലോകായുക്തയെ നിയമിച്ചത്. ആക്ട് നേരത്തെ പാസ്സാക്കി. അപ്പോൾ ലോകായുക്ത നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ മഹാരാഷ്ട്ര പറയണം. അവിടെ 1971 ആക്ട് പാസ്സാക്കുകയും 72 നിലവിൽ വരികയും ചെയ്തു. ഇവിടെ 70 പാസ്സാക്കിയിട്ട് 83 നിലവിൽ വന്നുള്ളൂ. എവിടെ? ഒഡീഷയിൽ. അപ്പോൾ ലോകായുക്ത ആക്ട് പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. പക്ഷേ ലോകായുക്ത നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ആ ഇയർ കൂടി ഓർമ്മിച്ചോളൂ. 1970 ഒഡീഷയിൽ ലോകായുക്ത ആക്ട് പാസ്സാക്കി, 83 ലോകായുക്തയെ നിയമിച്ചോളൂ. എന്നാൽ 1971 മഹാരാഷ്ട്രയിൽ ലോകായുക്ത ആക്ട് പാസ്സാക്കി, 72 തന്നെ ലോകായുക്ത നിലവിൽ വന്നു. ക്ലിയർ അല്ലേ? കേരളത്തിൽ ലോകായുക്ത നിലവിൽ വന്നത് നിങ്ങൾക്കറിയാം. കേരളത്തിൽ ലോകായുക്ത നിലവിൽ വന്നത് 1998 എന്ന് ഓർമ്മിച്ചോളുക. നവംബർ 15 ലോകായുക്ത ദിനമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ
കാര്യങ്ങൾ കൂടി ഒന്ന് ഓർത്തു വെച്ചോളുക. അപ്പോൾ ലോകായുക്ത ആക്ട് പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന് വെച്ചാൽ ഒഡീഷയാണ് എന്ന് ഓർത്തുകൊള്ളുക. നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എന്താണ് പൊതുഭരണമെന്നാൽ? ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നത് ആരുടെ വാക്കുകളാണ്? പൊതുഭരണമെന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നത് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ പാശ്ചാത്യ ചിന്തകനായ എൻ ഗ്ലാഡൻ്റെ വാക്കുകളാണിത്. ഗാന്ധിജിയുടെ വാക്കാണോ? അല്ല. നെഹ്റുവിൻ്റെ വാക്കാണോ? അല്ല. അംബേദ്കറുടെ വാക്കാണോ? അല്ല. ഇത് പറഞ്ഞത് എൻ ഗ്ലാഡൻ ആണ്. ഇത് പാഠപുസ്തകത്തിലൊക്കെ വളരെ വ്യക്തമായി കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യവും കൂടിയാണ്. പൊതുഭരണമെന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് പാശ്ചാത്യ ചിന്തകനായ എൻ ഗ്ലാഡൻ ആണ് എന്ന് ഓർത്തോളുക. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ പൊതുഭരണത്തിൻ്റെ പിതാവ്. ഇന്ത്യൻ പൊതുഭരണത്തിൻ്റെ പിതാവ് എന്നാണ് ചോദ്യം വരുന്നത്. വുഡ്രോ വിൽസൺ ആണോ? പോൾ എച്ച് ആപ്പിൾബി ആണോ? ഗാന്ധിജിയാണോ? ബൽവന്ത് റായ് മേത്തയാണോ? പൊതുഭരണത്തിൻ്റെ ഇന്ത്യൻ പൊതുഭരണത്തിൻ്റെ പിതാവ് ഒരു സംശയം വേണ്ട, ബി തന്നെയാണ് ഓപ്ഷൻ, പോൾ എച്ച് ആപ്പിൾബി. അപ്പോൾ അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർക്കണം. ഇതാരാണ്? വുഡ്രോ വിൽസൺ. അദ്ദേഹമാണ് ലോകത്തിലെ പൊതുഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ ദി വേൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വുഡ്രോ വിൽസൺ. അമേരിക്കയുടെ 28ാമത്തെ പ്രസിഡന്റ്. ഒന്നാം ലോകമഹായുദ്ധമൊക്കെ നടന്നപ്പോൾ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന വ്യക്തിയാണ് വുഡ്രോ വിൽസൺ. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് ഉള്ള പേരാകാം. വുഡ്രോ വിൽസൺ ആണ് ലോകത്തിലെ തന്നെ ലോകത്തിലെ പൊതുഭരണത്തിൻ്റെ പിതാവ്. ഫാദർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് മാത്രം ചോദിച്ചാൽ വുഡ്രോ വിൽസൺ എന്ന് പറയുക. ഫാദർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ പൊതുഭരണത്തിൻ്റെ പിതാവ് ആരാണ്? പോൾ എച്ച് ആപ്പിൾബി. അദ്ദേഹത്തിൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ 1954 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു സ്ഥാപനം നിലവിൽ വരാൻ കാരണം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന സ്ഥാപനം 1954 ഇന്ത്യയിൽ നിലവിൽ വരാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടാണ്. പോൾ എച്ച് ആപ്പിൾബി. അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് ഫാദർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ പൊതുഭരണത്തിൻ്റെ പിതാവ്. ഗാന്ധിജിയെ കുറിച്ച് ഇവിടെ ഒന്നും പറയാനില്ല. നിങ്ങൾക്കറിയാം ഗാന്ധിജി കൊണ്ടുവന്നൊരു ആശയമാണ് എന്താണ്? ഗ്രാമസ്വരാജ്. ഗ്രാമസ്വരാജ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ബൽവന്ത് റായ് മേത്തയെക്കുറിച്ച് നമ്മൾ മുമ്പൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് പഞ്ചായത്ത് രാജിൻ്റെ പിതാവ്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. സ്ഥിരം ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്, ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ക്ലിയർ ആയല്ലോ? ദെൻ അടുത്ത ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ദേശീയ താൽപര്യം മുൻനിർത്തി അഖിലേന്ത്യാ സർവീസുകൾ സൃഷ്ടിക്കാൻ രാജ്യസഭയ്ക്ക് അധികാരം നൽകുന്ന രാജ്യസഭയ്ക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമേത്? ശ്രദ്ധിക്കണേ. എന്താണ്? ദേശീയ താൽപര്യം മുൻനിർത്തി അഖിലേന്ത്യാ സർവീസുകൾ സൃഷ്ടിക്കാൻ രാജ്യസഭയ്ക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഒരു സംശയം വേണ്ട 312 അപ്പോൾ അത് രാജ്യസഭയുടെ വിശേഷാധികാരങ്ങളൊക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. 312 വകുപ്പ് പ്രകാരം പൊതു താൽപര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു അഖിലേന്ത്യാ സിവിൽ സർവീസ് സൃഷ്ടിക്കാൻ രാജ്യസഭയ്ക്ക് അധികാരമുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തോളൂ. ബാക്കി 3 ആർട്ടിക്കിളിലും കൂടെ ഒന്ന് പഠിച്ചു പോവുക. 315 പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ, അല്ലെങ്കിൽ ഇന്ത്യക്ക് ദേശീയ തലത്തിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണമെന്നും സംസ്ഥാനങ്ങൾക്ക് ഓരോ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണമെന്നും പരാമർശിക്കുന്ന ഭരണഘടനാനുച്ഛേദമാണ് 315 ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ദി പബ്ലിക് സർവീസ് കമ്മീഷൻ. 315 320 ആക്ടിവിറ്റീസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ധർമ്മങ്ങളെക്കുറിച്ച്, പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 320. 323 പബ്ലിക് സർവീസ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. UPSC രാഷ്ട്രപതിക്കും സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഗവർണർക്കും റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ്. അപ്പോൾ
റിപ്പോർട്ടുകളെ, പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ റിപ്പോർട്ടുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 323 ആർട്ടിക്കിളിലാണ് എന്ന് ഓർമ്മിച്ചോളുക. ഇത് നിങ്ങൾക്കറിയാം, പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 14-ാം ഭാഗം 315 മുതൽ 323 വരെയുള്ള അനുച്ഛേദങ്ങളാണ് 14-ാം ഭാഗത്ത് വരുന്നത്. അത് കഴിഞ്ഞാൽ 15-ാം ഭാഗം തെരഞ്ഞെടുപ്പ് കമ്മീഷനായി 324 മുതൽ 329 വരെ അങ്ങോട്ട് പോകും. ഇതിനിടയിലൊരു ഭാഗമുള്ളത് നിങ്ങൾക്കറിയാമല്ലോ, 14-നും 15-നും ഇടയിലൊരു ഭാഗം പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടു 42-ാം ഭേദഗതിയിലൂടെ. അതേതാണ് 14A എന്ന ഭാഗത്ത്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. അപ്പോൾ അതിൻ്റെ ആർട്ടിക്കിൾ ഏതാണ്? 323A. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചോളുക, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ചോദ്യത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഏരിയ തന്നെയാണ്. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. എല്ലാവർക്കും വലിയ വിജയങ്ങളുണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.